എന്റെ ഏകദേശം ഒരു കണക്കനുസരിച്ച് 2026 തുടങ്ങിയപ്പോ തൊട്ട് എനിക്ക് പനി. പിന്നെ കമ്പനിക്കാരെന്നും എന്റെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് പനിയൊക്കെ എന്ത്. സോ വി ഗൈസ് അറേഞ്ച് എ ഗെറ്റ് ടുഗദർ. അങ്ങനെ ആടെത്തി നമ്മൾ കുറെ ടൈം ബാക്കിയുള്ളവരെ കാത്തുനിന്നായിരുന്നു. അപ്പൊ ഇത് എല്ലായിടത്തും ഉണ്ടല്ലോ. ചെക്കനാണെങ്കിൽ ഓളെ കണ്ടാ തുറന്നു തീട്ട വർത്താനം. അങ്ങനെ പിന്നെ 2 എത്തി 3 എത്തി. എനിക്ക് ആടെ ഇഷ്ടപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഓരോ സെക്ഷനും ഓരോ പ്ലാനറ്റിന്റെ പേരാ. അങ്ങനെ വീണ്ടും കുത്തിരിപ്പ് തുടങ്ങി. 1 million zillion jillion dillion cotillion times later. അല്ലേലും എന്ത് പരിപാടി വെച്ചാലും ഈ അടുത്തുള്ളവരാണ് എപ്പോഴും ലേറ്റ് ആവുക. നല്ല വിജൃംഭിച്ച സ്ഥലം നമുക്ക് കിട്ടിയ കാര്യത്തിൽ എന്തോ ഒരു ആത്മാർത്ഥതയായിട്ടേക്ക്. ഇതൊക്കെ കാണുമ്പോ നമ്മളൊന്നും ഇവിടെ നിക്കണ്ടവരല്ലാന്ന് തോന്നും. എന്തോ ഒരു കാലക്കേടിന് എന്റെ ഓളെ ഫുഡായിപ്പോയി ആദ്യം എത്തിയത്. അതുകൊണ്ട് എന്താ പിന്നെ എല്ലാരും കോൺസെൻട്രേഷൻ അതിന്റെ മേളിലായി. സങ്കടത്തോടെ നോക്കി നിക്കാന്നല്ലാണ്ട് നമ്മളെ അടുത്ത് വേറെ വഴിയില്ല. ഒരു പൗരന്റെ രൂപത്തനം. പിന്നെ ഞാൻ ഓർഡർ ചെയ്ത് ആൽഫ്രഡോ പാസ്തയാണ്. വലിയ കുഴപ്പമില്ല, രസമുണ്ട്. അല്ലെങ്കിൽ ഈ ഫുഡിന്റെ കാര്യത്തിൽ പണ്ടേ എനിക്കൊരു സഹായം വേണം. അവസാനം ഒരുമാതിരി പൂരപ്പറമ്പ് പോലെ ആക്കിയിട്ടേക്ക്. ബട്ട് ഇതൊന്നും ഒന്നുമല്ല. ബില്ല് വന്നപ്പോ നമ്മൾ ശരിക്കും ഞെട്ടി. പിന്നെ ഏടുന്നു തന്നെ കേൾക്കുന്നു. പിന്നെ പണ്ടാരോ പറഞ്ഞ പോലെ തിന്നാനെ പറ്റി ആലോചിച്ച് വേവലാതിപ്പെടരുത്. അതൊക്കെ അത്രേ ഉള്ളൂ. പിന്നെ അതില് പകുതി മുക്കാലും ക്ലിപ്സ് ഈ ഡീലിങ്ങിൽ വാങ്ങിയതാ. ഇക്കൊച്ചാണെങ്കിൽ എന്നെ കണ്ടാ വേദനിപ്പിക്കും. പിന്നെ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ഇളുത്തു. പിന്നീട് ഒരു വശത്ത് ഫ്യൂച്ചറിനെ പറ്റി വേവലാതിപ്പെടുന്ന കുറച്ച് ആൾക്കാർ ഫ്യൂച്ചറൊക്കെ ഫ്യൂച്ചറിലല്ലേ എന്ന് കരുതുന്ന ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ അപ്പുറത്തും. സോ അത്രേ ഉള്ളൂ. ബൈ ഗൈസ്.